കൃത്യമായ നീക്കങ്ങൾ, സൂക്ഷ്മതയോടെയുള്ള നിരീക്ഷണങ്ങൾ, മനസ്സിൽ ഉറച്ച ചില തീരുമാനങ്ങൾ. വിജയം ഉറപ്പാക്കുവാനുള്ള നീക്കത്തിലാണ് കണ്ണൂരിലെ ഈ പെൺപുലികൾ. സ്ഥലം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയം. പല വേദികളിലായി മത്സരങ്ങൾ പുരോഗമിക്കുന്നു. ഇനി നടക്കേണ്ടത് വടംവലി മത്സരമാണ്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ അവരുടെ ഊഴമെത്തി. ഇനി ഒറ്റ ലക്ഷ്യം, ഒരേ ഒരു ചിന്ത: ജയിക്കണം, കിരീടം സ്വന്തമാക്കണം. അതിനായി ഒന്നിച്ച് ഒറ്റക്കെട്ടായി അവർ കളിക്കളത്തിലേക്ക് ഇറങ്ങി. ഒരു ഘട്ടത്തിൽ പോലും എതിരാളികൾക്ക് ജയിക്കാൻ അവസരം നൽകിയതേയില്ല. ശ്വാസമടക്കിപ്പിടിച്ച് കാണികളും വീറും വാശിയും ഒട്ടും ചോരാതെ അവർ പോരാടി അവസാന റൗണ്ട് വരെ. തങ്ങളാലാവുവോളം ശക്തിയോടെ അവർ ആഞ്ഞു വലിച്ചു കിരീടത്തിനായി. അങ്ങനെ കാത്തിരിപ്പിനന്ത്യമെന്നോണം ആ കിരീടം കണ്ണൂരെ ഈ പെൺപട സ്വന്തമാക്കി. Girls section for 40 kg. First prize goes to Kannur district. വർഷങ്ങളുടെ കഷ്ടപ്പാടിനൊടുവിൽ കിരീടം സ്വന്തമാക്കിയതിന്റെ സന്തോഷത്തിലാണ് ഈ ചുണക്കുട്ടികൾ. ഹലോ, എൻ്റെ പേര് ഋതിക. ഞങ്ങൾ കണ്ണൂർ ജില്ലാ ടീമാണ്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഞങ്ങളാണ് ചാമ്പ്യൻസ്. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. കഷ്ടപ്പെട്ട് നേടിയൊരിതാണ്. ഞങ്ങൾ ഭയങ്കര ഹാപ്പി, എക്സ്ട്രീം ഹാപ്പിയിലാണ് ഞങ്ങൾ. പിന്നെ ഞങ്ങളുടെ കോച്ച് ഞങ്ങൾക്ക് വേണ്ടി, പുള്ളിയുടെ ലൈഫും പുള്ളി ഞങ്ങൾക്ക് വേണ്ടി തന്നു. ശ്രീരാജ് എന്നാണ് പേര്. ശ്രീരാജേട്ടൻ ഞങ്ങളുടെ ചങ്കാണ്. ഞങ്ങള് പിന്നെ ഞങ്ങളുടെ മാനേജർ ബേസിൽ സാർ, പുള്ളി ഞങ്ങൾക്ക് വേണ്ടി അടിപൊളിയായിട്ട് നിന്നു. വളരെ സന്തോഷം. നമ്മൾ ഇത്ര ഈ വർഷങ്ങൾ നീണ്ട ഹാർഡ് വർക്കാണെന്ന് പറഞ്ഞല്ലോ. 3-4 വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് പ്രാക്ടീസ് ചെയ്ത് നേടിയ വിജയമാണ്. അപ്പോൾ ആ ഹാർഡ് വർക്കിന് ഒരു ഗുണം കിട്ടുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കണ്ണൂർ ടീമിന്റെ ക്യാപ്റ്റനാണ്. വളരെ സന്തോഷമുണ്ട്. എല്ലാവരുടെയും എഫോർട്ടിന്റെ ഫലമാണ് ഇപ്പൊ ഇവിടെ നമ്മൾ കണ്ടത്. എന്തൊക്കെ പറഞ്ഞാലും അടിപൊളിയായിട്ടുണ്ട്. തീർച്ചയായും കണ്ണൂരെ പെൺകുട്ടികൾ പുലിയാണ്. അവർ വടംവലി മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ്. വെയിലും മഴയും ഒന്നും അവർക്കൊരു പ്രശ്നമേ ആയിരുന്നില്ല. ഈ ജർമ്മൻ പന്തലിൽ തന്നെയാണ് ഇന്നത്തെ മത്സരം നടന്നത്. ക്യാമറമാൻ പ്രകാശിനൊപ്പം സോന കണ്ടത്തിൽ ഫിലിപ്പ്, കൈരളി ന്യൂസ്.